ഇപ്പൊ ബാക്കി സിനിമകളൊക്കെ അഭിനയിച്ചിട്ട് വരുമ്പോ ഇപ്പൊ തമിഴിലൊക്കെ പോയി അഭിനയിച്ചു. ഈ ഒരു സിനിമയില് കൂടുതലും പുതിയ ആളുകളാണ്. പുതിയതോ? പുതിയ ആളുകള് അങ്ങനൊന്നുമില്ല. നല്ല സമൂഹത്തിന് വേണ്ട മെസ്സേജ് ഉണ്ടെങ്കിൽ എത്ര കുട്ടികളുടെ പുതുമുഖങ്ങളുടെ സിനിമ ഭയങ്കരമായിട്ട്, ഇപ്പൊ വാഴയൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് മനുഷ്യ മനസ്സിന് ആസ്വദിക്കാനും ചിരിക്കാനും കഴിവുള്ള ഒരു ടോപ്പിക് അതിനകത്തുണ്ടെങ്കിൽ തലക്കനമൊന്നും വേണമെന്നില്ല. കൃത്യമായൊരു പോയിന്റ് ആണത്. ഇപ്പൊ അമ്മ മുമ്പേ അമ്മയുടെ പ്രായത്തെ കുറിച്ച് പറഞ്ഞു, 69 വയസ്സാണ് പറഞ്ഞു. ആ പ്രായത്തിൽ എത്തിയത് കൊണ്ടാണ് ഇത്രയും പക്വമായി ഈ കാര്യത്തെ കുറിച്ച് പക്വമായി കണ്ട് സംസാരിക്കാൻ പറ്റുന്നത്. തമിഴ് ഒക്കെ ഞാൻ ചെയ്തു, അത് പാർട്ടിയുടെ ഒക്കെ കഥാപാത്രങ്ങളാണ്. ഇത് ഇനി നമ്മൾ ഇതിനകത്തുള്ളതായതുകൊണ്ട് പറയാമോ? മൂത്രം ഒഴിക്കുന്നതിന്റെ എക്സ്പ്രഷൻ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്ര വരെ കൊടുത്തിട്ടുണ്ട്. മുഖത്തെ ഭാവങ്ങള് വെട്ടം കൊണ്ടുവെക്കുന്നു, അതിനുശേഷം തുടക്കം മുതൽ അതെങ്ങനെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് എന്നുള്ള ആ ഒരിത്, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കലർത്താമോ അതെല്ലാം നമ്മുടെ രമേശ് കുട്ടൻ ചെയ്തിട്ടുണ്ട്. മക്കളെ ഓനെ എന്ന് നമുക്ക് വിളിച്ച് സന്തോഷത്തോടെ മനസ്സിലായി. കൂടുതൽ പ്രഷർ മെസ്സേജ് ജയ ജയ ഹേ തന്നെയാണ്. അതിനെ കടത്തി വെട്ടുന്ന ഒരു സംഭവം പിന്നെ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ക്യാരക്ടർ മുഴുനീളം തന്നല്ലോ, അത് നമ്മളും കൂടെ ചെയ്തപ്പോ നമ്മൾ വേറെ കഥാപാത്രം ചെയ്യുന്ന പോലെയല്ല. നിസ്സംഗയായ അമ്മ ഭർത്താവിന്റെയും മോന്റെയും ഒക്കെ പീഡനങ്ങൾ അനുഭവിച്ചവനൊരു കുസൃതികൾ കാണിക്കുമ്പോൾ ശേഷോടന്ന് നിന്ന് കരുതി കൂട്ടി ശിക്ഷിക്കുന്ന സ്നേഹമയിയായ ദേഷ്യം ഉള്ളിലൊതുക്കി ആ ഒരു കഥാപാത്രമാണത്. വേറൊരു ക്യാരക്ടർ അതാണോ? ഇപ്പൊ ഞാൻ ചെയ്ത് ഏണ്ട്രാ കിളിയെ വളർത്തി പൂനെ കെട്ടി കൊടുപ്പാങ്കളാ, കുയിലിനെ വളർത്തി കുരങ്ങി കെട്ടി കൊടുപ്പാങ്കളാ, മയിലിനെ വളർത്തി മയില് കെട്ടി കൊടുപ്പാങ്കളാ, പൂനെ കാട്ടി പുലിയെന്ന് சொல்ற തമിഴാ. അതുപോലെ വേറെ വില്ലത്തി കിട്ടിയ അതല്ല, വ്യത്യസ്തമായ ക്യാരക്ടർ. ഈ ആക്ടിങ് പെർഫോമൻസ് വർക്ക്ഷോപ്പ് ക്ലാസ് എടുക്കാനും പോകും ഇടയ്ക്ക്. ആക്റ്റീവാണ്. ഞാൻ പറഞ്ഞില്ലേ ലൊക്കേഷനിൽ ഏറ്റവും ആക്റ്റീവ് ആയിരിക്കും. നല്ല വെറൈറ്റി വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും സത്യം പറഞ്ഞാൽ ഭയങ്കര റിലാക്സ് ആയിരുന്നു. ഏതൊരു ലൊക്കേഷനിൽ ഞാൻ ഇന്ന് വരെ സിനിമ ചെയ്തിട്ടുണ്ട്. എല്ലാ ലൊക്കേഷനിലും എന്നോട് ഇപ്പൊ ഈ നമ്മുടെ ആച്ചാമ്പടത്തിന്റെ പൗൾസാറൊക്കെ പിരിഞ്ഞു പോരുന്നത് കണ്ണ് നിറഞ്ഞാണ് പിരിയുന്നത്. എന്നാൽ അത്ര നമുക്ക് ആ കലയോടുള്ള സ്നേഹവും ആ ടീമിനോടും നമ്മൾ അന്നം ഉണ്ണാൻ ഒരു വഴി ഒരുക്കി തരുന്നതല്ലേ ആ ടീം. കല മാത്രമല്ലല്ലോ, നമ്മുടെ ഉപജീവന മാർഗവും കൂടെയാണ്. അപ്പൊ അതിന് പ്രാപ്തമാക്കി ഒരു സിറ്റുവേഷൻ ഒരുക്കി തരുന്നവരോട് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കും. വൈകിപ്പോയോ ഈ പറഞ്ഞ സിനിമയില്? വൈകിപ്പോയി. നർത്തകിയും നൃത്ത അധ്യാപികയുമായിരുന്നു. സ്റ്റേജിൽ ആരെ നൂറ്റാണ്ട് ഒരെണ്ണത്തിൽ 3 കഥാപാത്രം കാണും. ഒരെണ്ണത്തിന്റെ ഡയലോഗോ നടത്തയോ ഒന്നും ഞാൻ അടുത്ത ആ കഥാപാത്രം 3 കഥാപാത്രം ഉണ്ട്, 4 കഥാപാത്രം ഉണ്ട്, 4 വ്യക്തി കണ്ടുപിടിക്കാൻ പോലും പ്രയാസപ്പെടുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ധർമ്മക്കാരി ആയിക്കോട്ടെ, എഴിഞ്ഞു വരുന്നവര് ചിലപ്പോൾ ഒരു സിനിമയിലെ ഒരു ധർമ്മക്കാരിയുടെ വേഷം എഴിഞ്ഞു കയറും, അതായിരിക്കും മനോഹരമായിട്ട് ചെയ്തുള്ളത്. വെട്ടിക്കളയരുത്. മറ്റേ നായകന്മാർക്ക് പ്രാപ്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഉയർന്നു നിൽക്കാൻ വേണ്ടി അതിനെ വെട്ടിക്കളയരുത്. ആരോ ആയിക്കോട്ടെ, ഈ സിനിമയ്ക്ക് വിജയം ഏതാണോ അത് ഇരുന്നോട്ടെന്ന് വിചാരിക്കണം. ഞാൻ അമ്മയിൽ കണ്ട വലിയൊരു പ്രത്യേകത അതാണ് കേട്ടോ. ഈ ചെയ്തു വെച്ചിരുന്ന ഒരു സിനിമയുടെയും ആവർത്തനം അടുത്ത സിനിമയിൽ തോന്നിയിട്ടില്ല. എപ്പോഴും അത് വളരെ ഡിഫറെന്റ് ആണ്. കാരണം ഇപ്പൊ 40കളിലെ പ്രണയത്തിൽ അമ്മ വന്ന് അഭിനയിച്ചു. എനിക്ക് ഇതിനു മുമ്പ് അഭിനയിച്ചതിന്റെ ഒരു സിമിലാരിറ്റിയും 40കളിലെ പ്രണയത്തില് ഇല്ല. വ്യത്യസ്തമാണ്. നമ്മുടെ ക്യാരക്ടർ അനുസരിച്ച് നടത്തം, ഡയലോഗിന്റെ പ്രൊനൗൺസിയേഷൻ, ക്യാരക്ടറിലേക്ക് നമ്മളിലേക്ക് സാത്വിക അഭിനയം എന്ന് പറയും. ആ ക്യാരക്ടറിനെ നാം നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കുക എന്ന് പറയുന്നത്, ഉള്ളിൽ പ്രാപ്തമാക്കി നമ്മളോട് അതിട്ട് മതിച്ച് തരുന്ന ഡയറക്ടറോ എഴുത്തുകാരനോ എഴുതി വെക്കുന്ന കൂടാതെ ഇത് എങ്ങനെയൊക്കെ ചെയ്താൽ, അതിന്റെ ഉദാഹരണമാണ് ഓട്ട്സ്ഫുട്ട് ഗുരുവായൂരമ്പലനടയിൽ. അപ്പൊ എന്നോട് പറഞ്ഞു, വിപി പറഞ്ഞു ഡയറക്ടർ എങ്ങനെയാ ഞാൻ വിളിക്കുന്നത്. വിപി പറഞ്ഞു, എന്നെ ചേച്ചി ജഗദീഷിന്റെ ക്യാരക്ടർ വന്ന് ചോദിക്കും, പിന്നെ ഇന്നെന്തുവാ നൈറ്റ് ഫുഡ്, ഓട്സിന്റെ പുട്ടാന്ന് പറയണോന്ന് പറഞ്ഞ ചങ്ങ് പോയി. ഓട്സിന്റെ പുട്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു രസവും ഇല്ലല്ലോ, അരിപ്പുട്ടെന്ന് പറയുന്ന ഒരു രസവും ഇല്ല. അത്ര സമയമുണ്ടല്ലോ, എല്ലാം റെഡിയായി വന്ന് ആക്ഷൻ പറഞ്ഞു. അതിങ്ങനെ എന്ത് രമണി ഓട്സ് പുട്ട്
ഞാൻ വെച്ച് ഷോർട്ട് പുട്ട് എന്ന് പറയുന്ന പോലെ ഒന്ന് ആക്കിയാലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ആക്കി. അവളെ ചിരി എനിക്ക് കേൾക്കാം, ആരുടെ, ബിബിയുടെ. അത് സന്തോഷം. അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് തരുന്നത് നമ്മൾ സ്വയസിദ്ധമായിട്ട്, അത് ഉള്ളിൽ ജന്മസിദ്ധമായ കലയുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അടിച്ചേൽപ്പിച്ചാലൊന്നും ആർട്ടിഫിഷ്യലായിട്ട് പറ്റാത്ത ഒറ്റ കാര്യമുള്ളൂ, കല. താളമില്ലെങ്കിൽ നൃത്തമോ സംഗീതമോ പഠിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? അതുപോലാണ്. അത് രണ്ടും ഉള്ളവർക്ക് അഭിനയം, അതിനുമുണ്ട് താളാത്മകമായ ചലനങ്ങളും മനോഹാരിതയും. മെർലിനേക്ക് ഞാനൊന്നും ഇറങ്ങുകയാണല്ലേ? പോയി. ഓക്കേ. അത് കഴിഞ്ഞിട്ട് വരാം. എന്തെങ്കിലും ഒരു ഒരു സാധനം ഫംഗ്ഷൻ ഉണ്ട് ചോദിച്ചിട്ട്. ചേച്ചി. ഒന്നും മോളെ. എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എവിടാ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ 40കളിലെ പ്രണയം പൂത്തിറങ്ങുവാണ് അല്ലേ? അതെ. പൂത്തിറങ്ങുവാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. കാണുക. ഈ ചെറിയ പടങ്ങളും പുതുമുഖങ്ങളാണ് എല്ലാം അഭിനയിച്ചിരിക്കുന്നത്. അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളായ ആശയും ജെറിയുമാണ്. അപ്പോൾ ഞാനും പുതുമുഖം തന്നെയാണ്. ഞാൻ അങ്ങനത്തെ വലിയ സംഭവം ക്യാരക്ടേഴ്സ് ചെയ്ത ആളൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഇങ്ങനത്തെ പടങ്ങൾ വിജയിക്കണമെങ്കിൽ തിയേറ്ററിൽ ആളുകൾ എത്തണം. ഇതിനകത്ത് ഇപ്പോൾ പറയും നമ്മൾ PR വന്നില്ല, അങ്ങനെ നമ്മൾ തിയേറ്റേഴ്സ് ഇല്ല, അതൊക്കെ ഇതെല്ലാം മറികടന്ന ഒരു പടം വിജയിക്കണമെങ്കിൽ ആളുകൾ തന്നെ കാണണം. അപ്പം എത്ര നല്ല പടം, എത്ര പൈസ എറിഞ്ഞ പടം എന്ന് പറഞ്ഞാലും പെർഫോമൻസ് നന്നാവുന്നതിലാണ് പടങ്ങൾ ആളുകളിലോട്ട് എത്തുന്നത്. ഞാൻ ഈ മേക്കിങ്ങും നന്നാവുന്നതിലാണ് ആളുകളിലോട്ട് എത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓഡിയൻസിന്റെ പ്രതികരണം അതെ, അതെ. പെർഫോമൻസ് നന്നായ ഓഡിയൻസ്, മലയാളി അത് ഏറ്റെടുക്കും. ആളുകൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇപ്പൊ നന്നായി കാണത്തില്ല. ഒന്നെങ്കിൽ സ്ക്രിപ്റ്റ് നന്നായി കാണില്ല, മേക്കിംഗ് നന്നായി കാണില്ല, അല്ലെങ്കിൽ പെർഫോമൻസ് നന്നായി കാണില്ല. ഇതെല്ലാം ഒത്ത് കറക്റ്റ് ചേരുവയിലുള്ള ഒരു സാമ്പാർ ആണെങ്കിൽ ആളുകൾ കഴിച്ചേ പോവും. അതെ, അല്ലേ? അതെ, അതെ. അങ്ങനെ ഒരു ഇതിന് സംഭവിക്കട്ടെ. അതെ. ഞാൻ എന്തായാലും ഇത് Okay. കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ.